ബാർക്കോഴ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാർ ഉടമകളുടെ മുൻ സംഘടനാ ചെയർമാൻ അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നാണ് അനിമോന്റെ വാദം. സംഘടനാ യോഗത്തിൽ അപമാനം നേരിട്ടെന്നും അപ്പോഴത്തെ മനോനിലയിൽ പറഞ്ഞുപോയതാണ് എന്നുമാണ് വിശദീകരണം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം, എന്താണ് അനിമോൻ പറയുന്നത്? ഷഫീദ്. രജിത, സംസ്ഥാന സർക്കാരിനെ പോലും സംശയത്തിന്റെ നിഴൽ നിർത്തിയ പുതിയ ബാർക്കോഴ വിവാദത്തിൽ ആ വിവാദത്തിന് തിരികൊളുത്തിയ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിട്ടുള്ളൊരു പ്രതികരണം, ഒരു വിശദീകരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്. അതായത് നേരത്തെ ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ അനിമോൻ പറഞ്ഞിരുന്ന കാര്യം, മദ്യനയം അനുകൂലമാക്കുന്നതിന് ഒരു ബാറുടമ 2.5 ലക്ഷം രൂപ വീതം 2 ദിവസത്തിനുള്ളിൽ നൽകണം എന്നുള്ളതായിരുന്നു. ആ ശബ്ദ സന്ദേശമായിരുന്നു സർക്കാരിനെ അടക്കം പ്രതിക്കൂട്ടിൽ നടത്തി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു കാര്യം. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ബി സുനിൽകുമാർ നൽകിയ വിശദീകരണം അത് ആവർത്തിക്കുകയാണ് അനിമോൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഒരു കെട്ടിടവും സ്ഥലവും വാങ്ങാൻ കുടിശ്ശിക, കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. ആ പണപ്പിരിവിനാണ് താൻ നിർദ്ദേശിച്ചതെന്ന് അനിമോൻ ഇപ്പോൾ ഈ ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് തന്റെ വിശദീകരണമായി ഈ കുറിപ്പ് തന്നെയാണ് അദ്ദേഹം പങ്കുവെച്ച് നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പാലാരിവട്ടത്ത് ചേർന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തനിക്കെതിരെ, അനിമോനെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടായി. അത് ഈ കെട്ടിടപ്പിരിവുമായി ബന്ധപ്പെട്ട ഉള്ള എതിർപ്പ് അത് അനിമോൻ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് കാര്യമായ പണപ്പിരിവ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും തന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന് അവിടെ പറയുകയും ചെയ്തു. തുടർന്ന് സസ്പെൻഡ് ചെയ്യേണ്ട, അത് ഡിസ്മിസൽ ആയിക്കോളൂ, സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് താൻ ഇറങ്ങിപ്പോയി. ശേഷം വൈകാരികമായി അന്നേരത്തെ മാനസികാവസ്ഥയിൽ താൻ പങ്കുവച്ച ശബ്ദ സന്ദേശമാണത് എന്ന് ഈ വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഓഡിയോ LDF-നും സർക്കാരിനുമെതിരെ ആരോപണത്തിനിടയാക്കിയെന്നും അനിമോൻ അദ്ദേഹത്തിന്റെ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതുമൂലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, മുൻ നിലപാടിൽ നിന്ന് അപ്പാടെ മലക്കം മറിയുകയാണ് അനിമോൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് അദ്ദേഹം ചില കാര്യങ്ങൾ ഷഫീദ്, ഈ വിഷയം വളരെ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം, അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം, ആ നയത്തിൽ നിന്ന് തന്നെ സർക്കാർ യൂട്ടേൺ അടിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പ്രതിപക്ഷം അതൊരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെ, CPI-നെ പ്രതിരോധത്തിലാക്കുന്ന പശ്ചാത്തലം, അതിനിടയിലുള്ള ഈ മലക്കം മറിച്ചിൽ അത് സർക്കാരിന് എത്രത്തോളം ആശ്വാസം നൽകും, CPI-ന് എത്രത്തോളം ആശ്വാസം നൽകും? ഷഫീദ്. അർജിത്ത, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് മദ്യനയത്തിൽ ഇപ്പോൾ പിന്നോട്ടെടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് കാര്യമായ മാറ്റം സംസ്ഥാന സർക്കാർ വരുത്തില്ല. കാരണം ഈ ശബ്ദ സന്ദേശം പുറത്തു വന്ന മദ്യനയം അനുകൂലമാക്കാൻ ചില ബാറുടമകൾ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള വാദം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് MMSന്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടതാണ് 2 മന്ത്രിമാരുടെ രാജി, അത് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ നിലപാട് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ എടുക്കുന്നത്. മാത്രമല്ല, മുൻപ് UDF ഭരണകാലത്തുണ്ടായ ബാർക്കോഴ ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ വ്യതിചലനം ഉണ്ടായി എന്നടക്കമുള്ള വളരെ ഗുരുതരമായ കുറ്റപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഡ്രൈ ഡേ ഒഴിവാക്കൽ, ബാറുകളുടെ സമയക്രമീകരണത്തിൽ മാറ്റം, ഈ 2 വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ പുതിയ വിവാദത്തിന് പിന്നാലെ പിന്നോട്ട് വലിച്ചിരുന്നു. ഇനി എന്തായാലും മദ്യനയത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ എന്നറിയില്ല. അത് അനിമോന്റെ മലക്കമറിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി സംസ്ഥാന സർക്കാരിന് സൂക്ഷ്മതയോടുകൂടി മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുക. രജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് മലക്കം മറിയുന്നു പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാർ ഉടമകളുടെ മുൻ സംഘടനാ നേതാവ് അനിമോൻ. വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നാണ് അനിമോൻ പറയുന്നത്. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.